ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സ്കോട്ട്ലാൻഡിലാണ്. നമ്മളെ സ്കോട്ട്ലാൻഡ് ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് കേട്ടോ. രണ്ടാമത്തെ ദിവസം എപ്പിസോഡ് 3ലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഫാൽക്രിക്കിലാണ് കേട്ടോ. അതായത് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്മുടെ ബാക്കിൽ ആ ഒരു അത്ഭുതം കാണാം കേട്ടോ. കെൽപീസ് എന്ന് പറഞ്ഞാൽ ഹെലിക്സ് കെൽപീസ് അല്ലേ, തമ്പരാനറിയാം. കാണുന്നതാണ് നമ്മൾ കാണാൻ വന്ന സ്ഥലം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ സ്കോട്ട്ലാൻഡിൽ നിന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം ഇത് ആ ഒരു കുതിരേനെ, ആ ഒരു 2 കുതിരേനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളും അത് ഒഴിവാക്കിയില്ല. അപ്പൊ ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ NC500 കയറുന്നത് കേട്ടോ. അതെ, അപ്പൊ നമ്മൾ ഇന്ന് ഫാൽക്രിക്കിലാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു സ്ഥലം കൂടെ കവർ ചെയ്യാണ്ട്, മറ്റേ വീല്, അതെന്ത് വീലായിരുന്നു? ഫാൽക്രിക് വീല്. ദി ഫാൽക്രിക് വീൽ എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. കലണ്ടർ ഹൗസ് എന്ന് പറയുന്ന ഒരു ഹൗസ് ഉണ്ട്. അതെ, അപ്പൊ അങ്ങനെ ആ 3 സ്ഥലം കണ്ട് നമ്മൾ നേരെ ഇൻവേർണസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇന്ന് പോകും. അതിന് മുമ്പ് വെതർ ഓക്കെ ആവുകയാണെങ്കിൽ ഇവിടെ ഒരു കൗണ്ടറി പാർക്ക് ഉണ്ട്, അവിടെയും പോകണം. പക്ഷെ ഇപ്പൊ ഭയങ്കര തണുപ്പാണ്, നോക്കിയിട്ട്. തണുപ്പെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പ്. ഇപ്പൊ കണ്ടില്ല, ഫുള്ള് ഇങ്ങനെ മൂടലായി നിൽക്കുക കേട്ടോ. അത്യാവശ്യം നല്ല നീല ആകാശമായിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു എന്നെ കാണാൻ. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ പപ്പയും മമ്മിയും ഏകദേശം അവിടെ അതിന്റെ ചോട്ടിലെത്തിയിട്ടുണ്ട്. അവർക്ക് നിന്ന് കഴിഞ്ഞാൽ തണുക്കും. അവര് നിന്ന് കഴിഞ്ഞാൽ തണുക്കുന്ന കാരണം ഒരേ പോക്ക് പോയിട്ടുണ്ട്. ഇനി അവിടെ ചെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ഈ നിൽക്കുന്ന കെൽപീസിന്റെ ഹിസ്റ്ററി എന്താണെന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ അതിൽ കണ്ടത് ഇത് 2 സ്പിരിറ്റ്, അതായത് ആത്മാക്കളുടെ ഇതാണെന്ന് പോലും. അതായത് ഈ നമ്മൾ പണ്ടൊക്കെ പഠിക്കുമ്പോൾ ഈ രാക്ഷസന്മാർ അങ്ങനെയൊക്കെ പഠിക്കില്ല, അതുപോലെയുള്ളതെന്ന് തോന്നുന്നു. അതായത് നദികളിൽ കാണപ്പെടുന്ന ഒരു തരം സ്പിരിറ്റ്. അപ്പം അത് ഇങ്ങനെ രൂപം മാറാൻ കഴിയും ഇതിനെ. പിള്ളേരെയൊക്കെ ഇതിനെ ആകർഷിച്ച് ഇതിനെ പുറത്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ താഴെ ഇറക്കൂലെന്ന്, നേരെ വെള്ളത്തിനടിയിലോട്ട് കൊണ്ടുപോകും. വെള്ളത്തിൽ കാണപ്പെടുന്ന ഒരുതരം സ്പിരിറ്റ് ആണെന്നാണ് ഹിസ്റ്ററിയിൽ നോക്കിയപ്പോൾ കണ്ടത്. അങ്ങനെ തന്നെയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം അതാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇതാണ് ഇവർ 2 പണിത് വെച്ചിരിക്കുന്ന ഈ 2 കുതിരകൾ. ഇത് മെയിനായിട്ട് കുതിരകളുടെ രൂപത്തിലാണ് നിങ്ങളെ കാണാനുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഈ 2 കെൽപീസിൻ്റെ ഇത് പണിത് വെച്ചിരിക്കുന്നത്. അതല്ലാതെ നമ്മൾ വിക്കിപീഡിയയിൽ നോക്കുമ്പോൾ വേറെ ഒരു ഇതാ കാണുന്നത്. ഇത് 2 ഏതാ ശരിയെന്നറിയില്ല. അപ്പൊ എന്താണെങ്കിലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴേ കെൽപീസ് എല്ലാം കണ്ട് ആമിക്ക് ഒരു ഐസ്ക്രീമും മേടിച്ച് തിരിച്ച് നടക്കുവാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതന്നെയാണ് എല്ലാം. ഇപ്പം അതിനകത്തുനിന്ന് ഒരു സിപ്പ് എടുത്താനെ. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചതേ അടുത്ത നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫാൽക്രിക് വീല് അല്ലേ ചായ? ഫാൽക്രിക് വീലിൽ പോകണം. അതേപോലെ ഇപ്പോൾ വെതർ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് ഫാൽക്രിക് വീലും കണ്ട് കലണ്ടർ ഹൗസും കണ്ട് ഇവിടെ നിന്ന് ഇനി അടുത്ത പോകേണ്ടത് നമുക്ക് ഇൻവേർണസിലോട്ട് കയറണം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ വ്യത്യാസങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും പറയുക. ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. റെഡി? അതെ, അപ്പോൾ നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ ഫാമിലി ആയിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞൊക്കെ ഉള്ളപ്പോൾ ട്രിപ്പ് പോകുന്നത് എങ്ങനെയാന്ന് അല്ലേ, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വീഡിയോസ് കാണാം. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് കേട്ടോ. അതെ, അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണാം. നമ്മളിപ്പോൾ ക്യാമ്പ് സൈറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമ്പ് സൈറ്റ്സാണ് നമ്മൾ എടുക്കാറുള്ളത് എപ്പോഴും, അല്ലേ ചായ? ഒരു തവണ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഒരു തവണ മാത്രമേ ഞങ്ങൾക്ക് പണി കിട്ടി. അത് ഞങ്ങൾ ലാസ്റ്റ് നിമിഷം പിടച്ചെടുത്തോണ്ടാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ക്യാമ്പ് സൈറ്റ് ഞങ്ങൾ നോക്കി വെച്ചിട്ടേ ഉള്ളൂ, ബുക്ക് ചെയ്തിട്ടില്ല. ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ അറിയാം എങ്ങനെയാണെന്നല്ലേ ചായ? എന്നെ കണ്ടോ? ഇപ്പോഴത്തെ വെയിൽ കണ്ടോ? ഇവിടെ കാണുന്ന ആൾക്കാരെല്ലാം വിചാരിക്കും ഈ പെണ്ണിന് ഭ്രാന്താണോ എന്ന്. തലയിൽ ഈ ക്യാപ്പെല്ലാം വെച്ചിട്ട്. ബാക്കി എല്ലാവരും സൂര്യാഘാതം അടിക്കാതിരിക്കാനുള്ള മറ്റേ ക്യാപ്പാണ് വെച്ചിരിക്കുന്നത്. ഞാൻ മാത്രം നമ്മുടെ വിന്റർ ക്യാപ്പ്. രാവിലെ നല്ല തണുപ്പല്ലായിരുന്നു. രാവിലെ അത് അവിടെ ചെന്ന് മഴയുടെ ഒരു കാലാവസ്ഥയായിരുന്നു. അവിടെ എത്തിയത് വരെ നല്ല ഇതായിരുന്നു. ഇപ്പം മാത്രം ജസ്റ്റ് ഒന്ന് മാറിയതേ. നമ്മുടെ പപ്പയും മമ്മിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഇന്നത്തെ ട്രിപ്പിലെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയാണ്. ഇതാണ് കലണ്ടർ ഹൗസ്. കലണ്ടർ ഹൗസ് ഒരു കാസിലാണ് കേട്ടോ. ബേസിക്കലി നമ്മളിപ്പം അതിൻ്റെ ഒരടുത്താണ്. ആ ഒരു കലണ്ടർ ഹൗസ് കാണാനാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നമ്മളത് ചുറ്റും നല്ല അടിപൊളി മൈതാനമുണ്ട്. പിന്നെ ഈ ഒരു കാസിലും പിന്നെ ലുക്കാണല്ലേ കാണാനായിട്ട്. പ്രത്യേകിച്ച് ഈ വെയിലത്ത് ഇതെല്ലാം കാണാൻ രസമാണ്. അതുപോലെ തന്നെ മഞ്ഞ് വീണ് കിടക്കുമ്പോഴും എനിക്ക് വന്ന എല്ലാ സീസണിലും എല്ലാം കാണാൻ അടിപൊളിയാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാസിൽ കാണാൻ. അപ്പോൾ പപ്പയും മമ്മിയും നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ട്. ഇതിനുള്ളിൽ എൻട്രി ടിക്കറ്റ് ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അറിയില്ല, പോയി നോക്കുമ്പോൾ അറിയാം ബാക്കി എന്താണെന്ന്. ഇതാണ് കലണ്ടർ ഹൗസ്. ഇത് ബേസിക്കലി ഒരു വലിയൊരു മാൻഷനാണ്. മാൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കൊട്ടാരം പോലെ ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച കാസിലാണ്. കാസിലല്ല, ഇതൊരു മാൻഷനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് കലണ്ടർ പാർക്കിലാണ് ഈ ഒരു കലണ്ടർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. 14th സെഞ്ച്വറിയിൽ പണിതതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി കാണാൻ പറ്റുമോ നോക്കാം. ടിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. ഇതിന് ചുറ്റും പാർക്കാണ്. അപ്പോൾ ആൾക്കാരൊക്കെ നടക്കാനും ഡോഗ് വാക്കിങ്ങിനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. അല്ലേ അമ്മേ?
അപ്പം നമ്മളിത് ഈ മാൻഷൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഇതിനുള്ളിൽ ഫ്രീ എൻട്രി ആണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ടൊരു ഫ്രീ എൻട്രി ഉള്ളത്. ബാക്കി ഒരു കൊട്ടാരത്തിനുള്ളിൽ ഫ്രീ എൻട്രി അല്ലേ? അതായത് 14ാം സെഞ്ചുറിയിൽ പണിതൊരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നടക്കുന്നത് കേട്ടോ. 14ാം നൂറ്റാണ്ടിൽ പണി കഴിച്ചതായി. മരം നോക്കിയപ്പാ എന്നതാ മരം അല്ലേ? നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേക്കായിരിക്കും ചിലപ്പോൾ ഇത്. നോക്കിയാട്ടെ. അപ്പം നമ്മൾ മാൻഷൻ്റെ അകത്ത് കിച്ചണിലെത്തി കേട്ടോ. ഇതിപ്പം ഇതാണ് പണ്ടത്തെ ഇവർ യൂസ് ചെയ്തിരുന്നത് 13th സെഞ്ചുറി ആ ടൈമിലൊക്കെ ഇവർ യൂസ് ചെയ്തിരുന്ന കിച്ചണായിട്ടാണ്. പണ്ടത്തെ നമ്മുടെ തറവാട്ടിലൊക്കെ കിച്ചണില്ലേ ഇത്രയും ഇങ്ങനെ വലുതായിട്ട് വലിയ കൂട്ടുകുടുംബത്തിലേക്ക് കിച്ചൺ ഇങ്ങനെ ഇത്രയും വലിയ കുടുംബം. ഇതിലാണ് പന്നീനെയൊക്കെ അതിനകത്ത് പണ്ടത്തെ ത്രാസ്. ത്രാസ് അതേപോലെ തന്നെ ഇതുണ്ട്. ഇവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഭരണികളോ ഇതൊക്കെ ഉണ്ടോ. ഇങ്ങനെ ആയിരുന്നു അപ്പോൾ പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ അല്ലേ? പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ അടുക്കള. ഇവിടെ കുഞ്ഞു ബ്ലോഗറുണ്ട്. ചെമ്പ് പാത്രങ്ങളുണ്ടോ അപ്പം? അത് ചായ ഉണ്ടാക്കുന്നത് അരിപ്പയൊക്കെയാണല്ലോ ചായ. പിന്നെ അരിപ്പൊടി. അങ്ങനെ ഇന്നത്തെ ട്രിപ്പില് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലേ ഇത്? ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണോന്ന് ചോദിച്ചാൽ അതേന്ന് തോന്നുന്നു. ഇനി എൻ്റെ ഡെസ്റ്റിനേഷൻ ആ ക്യാമ്പ് സൈറ്റ് ആണ്. അതിലാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പൊ നമ്മളിത് അടുത്ത സൈറ്റിൽ എത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ അടിപൊളി കേട്ടാ. ബിക്കോസ് ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഈ കാണുന്നത് നമ്മൾ വിചാരിക്കൊരു ബ്രിഡ്ജാണ്, പക്ഷെ ഇതൊരു അങ്ങനെ കേട്ടോ വിചാരിച്ചേ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. എല്ലാരും ചിലപ്പോൾ വിചാരിക്കണമെന്നില്ല കേട്ടോ. അതെ, അപ്പൊ ഇതൊരു കനാലാണ്. ഇതിന്റെ താഴെ കണ്ടോ ഒരു വീല് കണ്ടോ? ആ വീല് കറങ്ങി ആ വീലില് നമുക്ക് ബോട്ട് താഴെ കയറാം. താഴേന്ന് കയറി അല്ലെങ്കിൽ ഇപ്പൊ ഈ കനാലിൽ കൂടെ ഒരു ബോട്ട് വരാന്ന് വെച്ചോ, ഇങ്ങനെ വന്ന് അവിടെ നിൽക്കും. എന്നിട്ട് അവിടെ നീ വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ബോട്ട് താഴെ വരും, എന്നിട്ട് കരയ്ക്ക് വന്നെടുക്കും. അങ്ങനെയാണ് ഫാൽക്രിക് വീല്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുമോ അത്? എത്ര മണിക്ക് ഉള്ളത് നോക്കി അടുത്ത ഇത് അറിയില്ല, താഴെ പോയി നോക്കാം. അതിന്റെ ടൈം അവിടെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇത് കെൽപിക്സും എന്തോ അതിന്റെ പേര് കാൽപീസും ഇതും അടുത്തടുത്താട്ടോ. നമുക്ക് ഒരേ ദിവസം തന്നെ കവർ ചെയ്യാൻ പറ്റുന്ന അട്രാക്ഷൻസ്. ഹേയ് നമ്മുടെ കുട്ടിപ്പട്ടാളം അത്. ഇതങ്ങനെ അത് താഴാൻ തുടങ്ങി കേട്ടോ. ആ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ടോ, അതുകൊണ്ട് വിഷ്വൽസ് ഒക്കെ എങ്ങനെ ഉണ്ടാവും അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഫാൽക്രിക് വീല് കണ്ട് ഇറങ്ങി കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇതെല്ലാം കാണണമെന്ന് നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ നമ്മളിപ്പോൾ രംഗ് മുകളിൽ കയറി അതിൻ്റെ ആ മുകളിൽ കനാൽ എങ്ങനെയാണെന്നൊക്കെ കണ്ട് നമ്മൾ താഴോട്ടിറങ്ങി. നല്ല കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ ഇത്. ഇത് ആക്ച്വലി വഴിയൊന്നുമല്ല, നമുക്കിത് അങ്ങനെ കയറി പോവാം. നമ്മൾ ഈസി വഴി നോക്കി ഇങ്ങനെ കയറി പോയതാണ്. ഒരാളവിടെ പകുതിയിൽ സ്റ്റക്കായി നിൽക്കുവാണ് കേട്ടോ. വാ വേഗം. ഇവിടുത്തെ വെതർ ഉണ്ടല്ലോ, രാവിലെ ഇറങ്ങിയപ്പോൾ ഒടുക്കത്തെ തണുപ്പായിരുന്നു. ഇപ്പൊ ഇത് തിരിച്ചു പോകുന്നത് ഒടുക്കത്തെ വെയിലും. രണ്ട് ഡ്രസ്സ് ഇട്ട് നടക്കേണ്ട അവസ്ഥയല്ലേ? എനിക്കിപ്പോ ചൂടെടുക്കും ഇതിട്ടിട്ട്. അപ്പൊ നമ്മളിപ്പോ തിരിച്ച് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ക്യാമ്പ് സൈറ്റിലോട്ടാണ്. ഇവിടുന്ന് നേരെ നമ്മള് ഇൻവർണസിലേക്ക് നമ്മൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തും. ഏകദേശം ഇവിടുന്ന് ഒരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്, 3-4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്.
അപ്പോൾ നമ്മളിനി നേരെ നിർത്തി പോകാനാണ് ഇപ്പോൾ പ്ലാൻ. കാരണം 4 മണി ആയതേ ഉള്ളൂ. നമുക്ക് 3 മണി എന്ന് പറയുമ്പോൾ ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് എത്തും. അതെ, പക്ഷേ ഇപ്പം ഈ ഇരുട്ട് വൈകി ഇട്ടാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ നമുക്ക് നിന്ന് ഫുഡും ആക്കട്ടെ, കാരണം ഫുഡ് നമ്മൾ ഇന്നലെ ആക്കിയത് ഓൾറെഡി എടുത്തിട്ടുണ്ട് അല്ലേ ചു. അങ്ങനെ ഇൻവേർനെസ്സിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടി നിർത്തി കേട്ടോ. ഇത് നോക്കി, നല്ല അടിപൊളി ഒരു ചെറിയൊരു എന്താ പറയുക, ഇതിന് അരുവി ഒഴുകുന്നത് കണ്ട് നിർത്തിയതാട്ടോ. അപ്പം നോക്കുമ്പോൾ ഇവിടെ തന്നെ ഒരു അടിപൊളി ക്യാമ്പ് സൈറ്റും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതുകൊണ്ടോ നമ്മൾ ആ കാണുന്ന അവിടെ നമ്മുടെ വണ്ടി നിർത്തി. ഇപ്പം ആമയ്ക്ക് വെള്ളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കും കേട്ടോ. വെള്ളത്തിൽ കളിച്ചോ? ഇതിനകത്ത് ഒരുപാട് മീനുണ്ട്. ഞാൻ ആദ്യം കേട്ടോ ഇവിടെ UK വന്നിട്ട് ഇങ്ങനത്തെ ഈ ഒഴുകുന്ന ഇതിനകത്ത് മീനെ കാണുന്നത്. കുഞ്ഞു കുഞ്ഞതാണെങ്കിലും കുറേ എണ്ണം ഉണ്ട്. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഓർമ്മകളും നല്ല നല്ല മെമ്മറീസൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലുള്ള പ്രകൃതിയോട് ഇണങ്ങിയുള്ള യാത്രയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? പണ്ട് നമ്മളൊരു പഴയ പോയതുകൊണ്ട് ഇവിടെ വന്നതാണ് ആമിക്ക് അറിയാം. ഞാൻ വെള്ളത്തിൽ കളിച്ചിട്ടേ ചോദിച്ചുണ്ട്. ഇങ്ങനെ പോകുമ്പോ അവൾക്കും ഒരു അല്ലേ, അവൾക്കും നല്ല മെമ്മറീസ് ആയിരുന്നു. അത് നമുക്കും ഒരു രസമില്ലേ, നമുക്കും ഒരു മനസ്സിലൊരു ഇതില്ലേ. ഇത് മൊത്തം കല്ലാട്ടോ, അതാ ഒരു പ്രശ്നമുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞതേ ഇന്ന് വന്ന് നമ്മൾ കൂട്ടി കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ടെൻ്റൊക്കെ നിവർത്തി ഇനി നമ്മുടെ പോപ്പപ്പ് ടെൻ്റ് അവിടെ വിരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. നമ്മൾ ഇന്നലെ ആക്കിയ ഫുഡ് ഉള്ളതുകൊണ്ട് അതെല്ലാം ഉണ്ട് കേട്ടോ. ബാക്കി നമ്മുടെ ക്യാമ്പ് സൈറ്റ് കണ്ടോ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്യാമ്പ് സൈറ്റ്. പുഴയുടെ സൈഡിൽ ഒരു സൈറ്റ്. അങ്ങനെ ഞങ്ങളിതേ ഞങ്ങളുടെ കുഞ്ഞു ടെൻറ്റും കൂടി സെറ്റ് ചെയ്തു. ഇപ്പോൾ ഇതേ ഒരു ചെറിയൊരു കോഫിയും അതുപോലെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. നല്ല അരുവി ഒഴുകുന്ന ഒരു സൗണ്ടൊക്കെ കേട്ട് നല്ലൊരു ചായ കുടിക്കും കേട്ടോ. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ച് തുടങ്ങി. അതെ, ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ടെൻറ്റ് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഈ സൂര്യാസ്തമയം കണ്ടൊരു ഷോട്ട് എടുക്കാൻ. വിചാരിച്ച രീതിയിലുള്ള ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എങ്ങനെ സെറ്റപ്പ്? എനിക്ക് സൂര്യാസ്തമയം കാണണം, അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹം. ഇത് സന്ധ്യ ആകുന്നതിന് മുമ്പേ നമ്മൾ കൂട്ടിക്കയറും. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഒരാള് ബാക്കിയുള്ളവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങും അവളുടെ കിച്ചണിലെ സാധനങ്ങളുമായിട്ട്. എന്നെ ചെയ്യുന്നേ ഇപ്പം? എൻ്റെ ചായ ഇളക്കല്ലേ പ്ലീസ്. എൻ്റെ ചായ ഇളക്കണ്ട. ഓൾറെഡി ഇളക്കിയതാ. വേണ്ട ഒന്നും ചെയ്യണ്ട കേട്ടോ, വേണ്ട. ചായ മധുരം കൂടിയോ? അങ്ങനെ ഇത് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ചായ എല്ലാം കുടിച്ചു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ചോറുണ്ണും അല്ലേ. ഇന്നലെ ഉണ്ടാക്കിയ ചോറും കറിയും നമ്മൾ എടുത്തിട്ടുണ്ട് ഇന്നത്തേക്ക്. അപ്പം അതും കഴിച്ച് അതെ വേറൊരാള്. അപ്പം നമ്മൾ ഇതാ ഈ ഒരു വ്യൂവും കൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്കിനി നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് നാളെ കാണാം അല്ലേ. നമ്മൾ ഇതുവരെ ആയിട്ട് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 ദിവസമായി. അതെത്തും കയറാനുള്ള ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. അതെ, അതധികം വൈകാതെ നമ്മൾ എത്തുന്ന പകുതി എത്തിയപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടു. പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നിയില്ല. അതുകൊണ്ട് ഇവിടെ സ്റ്റേ അയച്ചു. അതെ, ഭാവിയിൽ ഇനി അങ്ങോട്ടേക്ക് എന്താവും നമുക്ക് ദൈവം മാത്രമേ അറിയാം.